നമ്മൾ ഏറ്റവും കൂടുതൽ ഓടുന്നത് എപ്പോഴാണ്? മനുഷ്യൻ സ്പീഡിൽ ഓടുന്നത് എപ്പോഴാണ്? അത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയാവുമെന്ന് എനിക്കറിയില്ല. ബാത്റൂമിലേക്കാണ്. അതിൽ കൂടുതൽ വേഗത നമുക്കില്ല. അങ്ങ് വയറിന് വലിയ അസ്വസ്ഥത, നമ്മൾ വല്ലാതെ ഓടും, ഭയങ്കര ഓട്ടം ഓടും. അതാണ് സ്പീഡ്. ആ സ്പീഡ് നമുക്കിതുവരെ മറ്റൊന്നിലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, മലയാളിക്ക് ഇപ്പോൾ ഈ സ്പീഡിനോടൊരു അദമ്യമായ ആഗ്രഹം വന്നിട്ടുണ്ട്. സ്പീഡ് മോശമാണെന്നോ നല്ലതല്ലെന്നോ എന്നുള്ള അഭിപ്രായക്കാരനല്ല, സ്പീഡ് നല്ലതാണ്. കാരണം ഞാനും അത്യാവശ്യം യാത്ര ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ഞാനും വരും. അതുകൊണ്ട് സ്പീഡ് നല്ലതാണ്. പക്ഷെ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഒരു സ്പീഡിൻ്റെ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവേഗ റെയിൽ കോറിഡോർ വന്ന്, അല്ലെങ്കിൽ സിൽവർ ലൈൻ വന്നുകൊണ്ട് KRAയിൽ വലിയൊരു സ്പീഡ് കേരളത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അത് കേരളത്തിനെ രണ്ടാക്കി മുറിക്കുമെന്നും കേരളത്തിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുമെന്നും കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ലാഭം വരില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സമരം ചെയ്ത് അവസാനം കേന്ദ്ര ഗവൺമെൻറ്റും പറഞ്ഞു ആ റെയിൽപാത പറ്റില്ല എന്ന് പറഞ്ഞു. അതില്ല. ഇപ്പോഴിതാ 22 സ്റ്റേഷനോട് കൂടി 22 റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ വരെ 22 സ്റ്റേഷനുകൾ വെച്ചുകൊണ്ട് 70% എലവേറ്റഡ്, അപ്പോൾ ഭൂമിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. 20% തുരങ്കപാതയുമാണ്. അപ്പോൾ രസമാണ്. കുറച്ച് സമയം നിരപ്പായി പോകും, നേരെ തുരങ്കത്തിലിറങ്ങും, വീണ്ടും നിരപ്പിൽ കയറും, എലവേറ്റഡിൽ കയറും, അങ്ങനെ പോകുന്ന മലയിലും കുന്നിലും അടിവാരത്തും ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമായിട്ട് പോകുന്ന ഒരു പാത. ഇത് തന്നെയല്ലേ ഗോവിന്ദമാഷ് നേരത്തെ പറഞ്ഞത്, ഭൂമിയിൽ തൊടാതെ ആകാശത്തൂടെ പോകുന്ന വിമാനമൊന്നും ആയിരിക്കും. എന്തായാലും മനോഹരമായൊരു പാത വരുന്നുണ്ട്. തെക്ക് വടക്ക് പാതയാണ്. കണ്ണൂരിലേക്കാണ്, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കാണുള്ളത്. അതിവേഗ റെയിൽവേ പദ്ധതി വരുന്നുണ്ട്. ഇതിൻ്റെ DPR പ്രോജക്റ്റ് കൺസെപ്റ്റ് ശ്രീധരൻ തയ്യാറാക്കി അശ്വിനി വൈഷ്ണവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ അതിൻ്റെ DPR തയ്യാറാക്കാനായിട്ട് ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ DMRCയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. DMRC അത് ചെയ്താൽ കേരള സർക്കാരിൻ്റെ കൂടി സ്ഥലമെടുത്ത് കൊടുക്കുന്ന കേരള സർക്കാരാണല്ലോ, സ്ഥലം എടുത്ത് കൊടുക്കുക കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും അത് വരും. 22 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മണിക്കൂറിൽ 200 കിലോമീറ്റർ ഓടും. അങ്ങനെയാണെങ്കിൽ 400 കിലോമീറ്റർ ഓടാൻ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ നമ്മൾ രാവിലെ 7 മണിക്ക് തിരിച്ചാൽ 9 മണിക്ക് കണ്ണൂർ പോയി ജോലി ചെയ്യാം. രാത്രി 5 മണിക്ക് അവിടെ തിരിച്ചാൽ 7 മണിക്ക് വീട്ടിലെത്താം. അപ്പോൾ നമ്മുടെ അപ്പം കറക്റ്റായി, ഗോവിന്ദൻ്റെ അപ്പം കറക്റ്റായി. പാലക്കാട്ട് നിന്ന് അപ്പം ഉണ്ടാക്കുക, അത് തൃശ്ശൂർ കൊണ്ടുവരിക, അവിടെ നിന്ന് ഇതിനകത്ത് കയറുക, എറണാകുളത്ത് കൊണ്ടുവന്ന് വിൽക്കുക, അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അപ്പം വിറ്റാൽ അവിടെ നിന്ന് ഊണ് കഴിക്കുക, അടുത്ത ട്രെയിനിൽ കയറി വീണ്ടും നാട്ടിലെത്തുക, അടുത്ത അപ്പം എടുത്തുകൊണ്ട് വീണ്ടും കാസർഗോട്ടേക്ക് പോവുക, കണ്ണൂരേക്ക് അവിടെ അപ്പം വിൽക്കുക, വൈകുന്നേരം വീട്ടിലെത്താം. ഇതിപ്പോൾ കറക്റ്റായി. എന്തായാലും 22 നമ്മൾ തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ, 22 സ്റ്റേഷനുകളോടുകൂടി 70% ഹൈലി എലിവേറ്റഡ് ആയിട്ടുള്ള ഉയർന്ന ആകാശപാത പോലെ ഉയർന്നു പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ മെട്രോ ഒക്കെ പോകുന്ന പോലെ ഗോപുരം ഈ തൂണുകളിൽ നിന്ന് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു 20% തുരങ്കപാതകളിലൂടെ ഭൂമിക്കടിയിലൂടെ പോകുന്ന ഒരു റെയിൽവേ പരിപാടി ശ്രീധരൻ്റെ നേതൃത്വത്തിൽ 6 വർഷം കൊണ്ട് തീരുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ റെയിൽവേ ഭൂപടത്തിൽ, ഗതാഗത ഭൂപടത്തിൽ പുതിയൊരു അതിവേഗ ട്രെയിൻ വരുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് കണ്ണൂർ കാസർഗോഡൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുക, പണമൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കുക. വരുന്നുണ്ട് അതിവേഗ തെക്ക് വടക്ക് റെയിൽവേ പാത.